ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൗണ്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. കൗണ്ടർ എന്ന് വെച്ചാൽ കൗണ്ടർ ഇസ് എ ഡിജിറ്റൽ ഡിവൈസ് യൂസ്ഡ് ടു കൗണ്ട് നമ്പർ ഓഫ് ക്ലോക്ക് പൾസസ് അറ്റ് ഇൻപുട്സ്. ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്ന ക്ലോക്ക് പൾസസ് കൗണ്ട് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ഡിവൈസാണ് കൗണ്ടർ എന്ന് പറയുന്നത്. ആൻഡ് അതിനൊരു ഫ്രീക്വൻസി ഡിവൈഡറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് കൗണ്ടർ നമുക്ക് രണ്ട് വേസിൽ കൗണ്ട് ചെയ്യും. അതായത് ഒന്ന് അപ്പ് കൗണ്ടിങ്ങും ഉണ്ട്, പിന്നെ ഒന്ന് ഡൗൺ കൗണ്ടിങ്ങും ഉണ്ട്. അല്ല, അപ്പ് കൗണ്ടിങ് എന്ന് വെച്ചാൽ 0, 1, 2, 3 അപ് ടു n വരെ പോകുന്നതാണ്. അതായത് അപ്പ് ചെയ്ത് കൗണ്ട് ചെയ്യുന്നത്. ആൻഡ് ഡൗൺ കൗണ്ടിങ് എന്ന് വെച്ചാൽ n(n-1) അങ്ങനെ 2, 3, 1, 0 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൗണ്ട് ചെയ്യുന്നതാണ് ഡൗൺ കൗണ്ടിങ്. ഇതിൽ അപ്പ് കൗണ്ടിങ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ EVM-ൽ, അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസിൽ, പിന്നെ മോളുകളിലൊക്കെ ഈ പ്രൈസ് ഇതാക്കുന്ന സമയത്തൊക്കെ അപ്പ് കൗണ്ടിങ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഡൗൺ കൗണ്ടിങ് ഈ വോട്ടിംഗ് മെഷീൻസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാൾക്ക് വോട്ട് ചെയ്തു, നെക്സ്റ്റ് നമ്മളിപ്പോൾ ഒരാൾക്ക് വോട്ട് ചെയ്തു, അതിന് അടുത്ത ആൾ വരുമ്പോൾ വേറെ അതേ ആൾക്കാരെ വോട്ട് ചെയ്യണമെങ്കിൽ അവിടെയൊക്കെ അപ്പ് കൗണ്ടിങ് ആണ് അവിടെ ആ മെഷീനിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഡൗൺ കൗണ്ടിങ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് സ്പേസ് റിലേറ്റഡ് അപ്ലിക്കേഷൻസ് ആണ്. അതായത് ഇപ്പോൾ ഒരു റോക്കറ്റ് ലോഞ്ചിങ്ങിൻ്റെ സമയത്തൊക്കെ ഡൗൺ കൗണ്ടിങ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് സ്റ്റേറ്റ് ഓഫ് ദ കൗണ്ടർ എന്ന് വെച്ചാൽ ഒരു കൗണ്ടറിൻ്റെ പ്രസൻറ്റ് കൗണ്ട് എന്താണോ അതാണ് സ്റ്റേറ്റ് ഓഫ് ദ കൗണ്ടർ എന്ന് പറയുന്നത്. പിന്നെ മോഡുലസ് ഓഫ് ദ കൗണ്ടർ എന്ന് വെച്ചാൽ ഒരു കൗണ്ടറിന് അത് കൗണ്ടിങ് പ്രോസസ്സിൻ്റെ ഇടയിൽ എത്ര ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ്സ് അത് പാസ് ചെയ്ത് പോകുന്നുണ്ട്, അതാണ് അതിൻ്റെ മോഡുലസ് ഓഫ് ദ കൗണ്ടർ എന്ന് പറയുന്നത്. ഒരു n ബിറ്റ് കൗണ്ടർ ആണെങ്കിൽ അത് 2n സ്റ്റേറ്റ്സ് ആണ് അതിനുണ്ടായിരിക്കുക. അതായത് ഇപ്പോൾ ഒരു 2 ബിറ്റ് കൗണ്ടർ ആണെങ്കിൽ അതിന് 2 അതായത് 4 സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും. ഒരു 3 ബിറ്റ് കൗണ്ടർ ആണെങ്കിൽ അതിന് 2 8 സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ 4 ബിറ്റ് ആണെങ്കിൽ 16 സ്റ്റേറ്റ്സ് ആയിരിക്കും അതിനുണ്ടായിരിക്കുക. അതാണ് അതിൻ്റെ മോഡുലസ് ഓഫ് കൗണ്ടർ എന്ന് പറയുന്നത്. പിന്നെ കൗണ്ടർ നമ്മൾ 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്ലോക്ക് പൾസസിൻ്റെ ബേസിസിൽ 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സിങ്ക്രോണസ് കൗണ്ടേഴ്സ്, മറ്റൊന്ന് അസിങ്ക്രണസ് കൗണ്ടേഴ്സ്. അതിൽ സിങ്ക്രണസ് കൗണ്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിനും സിമിലർ ക്ലോക്ക് പൾസസ് ആയിരിക്കും. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും സെയിം ക്ലോക്ക് പൾസ് തന്നെയായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. അതാണ് സിങ്ക്രണസ് കൗണ്ടർ എന്ന് പറയുന്നത്. അസിങ്ക്രണസ് കൗണ്ടർ ആണെങ്കിൽ നമ്മൾ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിനും ഡിഫറെൻറ്റ് ക്ലോക്ക് പൾസ് ആയിരിക്കും. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമ്മൾ ഇൻപുട്ടായിട്ട് നമ്മളൊരു ക്ലോക്ക് കൊടുക്കുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്ന ഇതായിരിക്കും. അതിൻ്റെ ഔട്ട്പുട്ട് എന്താണോ അതാണ് നമ്മൾ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ക്ലോക്കായിട്ട് കൊടുക്കുന്നത്. ആൻഡ് തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് നേരെ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു എത്ര ബിറ്റാണോ അതനുസരിച്ചിട്ട്. അപ്പോൾ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അസിങ്ക്രണസ് കൗണ്ടറിൽ ഈ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടും അതിൻ്റെ നെക്സ്റ്റ് വരുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കും തമ്മിൽ കണക്റ്റഡ് ആണ്. പക്ഷേ സിങ്ക്രണസ് കൗണ്ടേഴ്സിൽ അങ്ങനെ ഒരു കണക്ഷനും ഇല്ല. ഔട്ട്പുട്ടും അത് കഴിഞ്ഞ് വരുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. അതുപോലെ തന്നെ സ്പീഡ് എന്ന് പറയുന്നത് അസിങ്ക്രണസ് കൗണ്ടറിൻ്റെ അത് സ്ലോ ആയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞു ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് വന്ന് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയാൽ അതാണ് നമ്മൾ ആ നെക്സ്റ്റിന് ക്ലോക്കായിട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു ടൈം ഡിലേ വരും. അങ്ങനെ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പും അതിൻ്റെ ഔട്ട്പുട്ട് വന്ന് പിന്നെ അത് മറ്റേ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ക്ലോക്കായി കൊടുത്ത് വീണ്ടും അതിൻ്റെ ഔട്ട്പുട്ട് വന്നാൽ നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ക്ലോക്കായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. പക്ഷേ സിങ്ക്രണസ് കൗണ്ടേഴ്സിൽ അങ്ങനെ ഒരു കാര്യം വരുന്നില്ല. കാരണം സെയിം ടൈമിൽ നമ്മൾ ക്ലോക്ക് കൊടുക്കുകയാണ്. സോ അവിടെ എന്ന് പറയുന്നത് സ്പീഡ് ഹൈ ആയിരിക്കും. പിന്നെ അസിങ്ക്രണസ് കൗണ്ടേഴ്സിനെ റിപ്പിൾ കൗണ്ടർ എന്നും കൂടി വിളിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അസിങ്ക്രണസ് കൗണ്ടേഴ്സിൽ നമ്മളിപ്പോൾ പറഞ്ഞു ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് നേരെ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായിട്ട് മാറുക. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടാണ് തേർഡിൻ്റെ ക്ലോക്ക് ആവുക. അങ്ങനെ ഈ ട്രിഗറിങ് ഇങ്ങനെ പാസ് ചെയ്ത് പോകും. ഒന്നിന്ന് അടുത്തതിലേക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. അതായത് ഒരു വാട്ടറിൽ നമ്മളിപ്പോൾ ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ അവിടെ റിപ്പിൾസ് ഉണ്ടാവില്ലേ, അതേപോലെ ഒന്നിന്ന് അടുത്തതിലേക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാസ് ചെയ്ത് ആ എനർജി പോകുന്ന പോലെ തന്നെ ഇതിങ്ങനെ ക്ലോക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് അടുത്തതിൻ്റെ ക്ലോക്ക് ആവും, പിന്നെ അതിൻ്റെ ഔട്ട്പുട്ട് അടുത്തതിൻ്റെ ക്ലോക്ക് അങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. അതുകൊണ്ടാണ് അതിനെ റിപ്പിൾ കൗണ്ടർ എന്ന് കൂടി വിളിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇതിൽ ഔട്ട്പുട്ട് കിട്ടുന്നതിൻ്റെ മാക്സിമം ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 2n-1 ആയിരിക്കും. നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ 2n ആണ്. ഇപ്പോൾ ഒരു കൗണ്ടറിന് ഇപ്പോൾ ഒരു 3 ബിറ്റ് കൗണ്ടർ ആണെങ്കിൽ അതിന് 2 8 സ്റ്റേറ്റ്സ് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞ്. അതിൻ്റെ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു 3 ബിറ്റ് കൗണ്ടർ ആണെങ്കിൽ അതിന് 7 വരെയാണ് ഡെസിമൽ പ്ലേസസ് വരിക. 0 തൊട്ടിട്ട് 7 വരെ പോകും. സോ അതിൻ്റെ ഡെസിമൽ പ്ലേസ് എന്ന് പറയുന്നത് 2n-1 ആയിരിക്കും.
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അസിൻക്രണസ് കൗണ്ടറിനെ കുറിച്ചിട്ടാണ്. അസിൻക്രണസ് കൗണ്ടർ എന്ന് വെച്ചാൽ ഒരു സീരിയൽ കൗണ്ടർ, അതായത് ഈച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ട്രിഗേർഡ് ബൈ ദ പ്രീവിയസ്. എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രം നമ്മൾ ക്ലോക്ക് കൊടുക്കും ആൻഡ് അതിൻ്റെ ഔട്ട്പുട്ടാണ് നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ക്ലോക്കായിട്ട് കൊടുക്കുക ആൻഡ് അതിൻ്റെ ഔട്ട്പുട്ടാണ് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിന് ക്ലോക്കായിട്ട് കൊടുക്കുക. അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പാണ്, അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു കൗണ്ടറാണ് അസിൻക്രണസ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണ്. അതിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഈ ബബിൾ മീൻസ് നെഗറ്റീവ് ആൻഡ് ദിസ് ആരോ മീൻസ് എഡ്ജ്. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ വന്നാൽ നമുക്ക് മനസ്സിലാവും ഒരു നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ആൻഡ് ഇവിടെ ഞാൻ ഫിഗറിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു 3-bit അസിൻക്രണസ് ബൈനറി കൗണ്ടറാണ്. അതായത് 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. ഈ 3 ഫ്ലിപ്പ് ഫ്ലോപ്പും നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണ്. ആൻഡ് ഇതിൽ ഓരോന്നും ഈ ഫസ്റ്റത്തെ ഔട്ട്പുട്ടാണ് ഇതിൻ്റെ ക്ലോക്കായിട്ട് കൊടുത്തിട്ടുള്ളത് ആൻഡ് ബി എന്ന് പറഞ്ഞ ഔട്ട്പുട്ടാണ് സിയുടെ ക്ലോക്കായിട്ട് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇത് ഔട്ട്പുട്ട്. ഈ മൂന്നുമാണ് നമ്മുടെ ഔട്ട്പുട്ടുകൾ. ആൻഡ് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം. ഈ ടൈമിംഗ് ഡയഗ്രത്തിൽ ഫസ്റ്റ് നമ്മൾ ക്ലോക്ക് നോക്കുക. ക്ലോക്കിൽ ഓരോ നെഗറ്റീവ് എഡ്ജും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഹൈ ടു ലോ ട്രാൻസിഷൻ, അതാണ് നെഗറ്റീവ് എഡ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ട്രാൻസിഷൻ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ എയിൽ ടോഗ്ലിംഗ് സംഭവിക്കുക എന്ന് നമ്മളിവിടെ പറഞ്ഞു നേരത്തെ. സോ അത് എങ്ങനെയെന്ന് നോക്കാം. നമ്മളെ ഫസ്റ്റ് ഇതാണ് നമ്മുടെ എ. അത് ഇനീഷ്യലി നമ്മൾ 0 ആയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ആൻഡ് ഫസ്റ്റത്തെ ക്ലോക്ക് പൾസ് വന്നപ്പോൾ, അതായത് ഫസ്റ്റ് ഒരു ഹൈ ടു ലോ ട്രാൻസിഷൻ സംഭവിച്ചപ്പോൾ നമ്മുടെ 0 ആയിരുന്നത് അത് ഹൈ ആയി 1 ആയി ആൻഡ് അത് കണ്ടിന്യൂ ചെയ്തു. ആൻഡ് സെക്കൻഡ് ക്ലോക്ക് പൾസ് വന്നപ്പോൾ അത് വീണ്ടും ലോ ആയി 0 ആയി. ആൻഡ് തേർഡ് ക്ലോക്ക് പൾസ്, അതായത് തേർഡ് ഹൈ ടു ലോ ട്രാൻസിഷൻ സംഭവിച്ചപ്പോൾ വീണ്ടും അത് 1 ആയി. ആൻഡ് ഫോർത്ത് വന്നപ്പോൾ 0 ആയി. ഫിഫ്ത്ത് വന്നപ്പോൾ 1 ആയി. ആൻഡ് സിക്സ്ത്ത് വന്നപ്പോൾ വീണ്ടും 0 ആയി. സെവൻത്ത് വന്നപ്പോൾ 1 ആയി. ആൻഡ് 8th വന്നപ്പോൾ 0 ആയി. പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇതാണ് എയുടെ ഇത്. ഇനി ബിയുടെ ഔട്ട്പുട്ടിൻ്റെ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ബിക്ക് നമ്മൾ ക്ലോക്കായിട്ട് കൊടുത്തിരിക്കുന്നത് എ ആണ്, എയുടെ ഔട്ട്പുട്ടാണ്. സോ നമ്മൾ ഫസ്റ്റത്തെ ക്ലോക്കിന് ഇവിടെ നോക്കേണ്ട കാര്യം, നമ്മൾ എയിൽ എപ്പോഴൊക്കെയാണോ ഒരു ഹൈ ടു ലോ ട്രാൻസിഷൻ സംഭവിക്കുന്നത് അപ്പോൾ മാത്രമേ ബിയിൽ ടോഗിളിങ് സംഭവിക്കുള്ളൂ. സോ ഇവിടെ ഈ എയിലുള്ള ഓരോ ഹൈ ടു ലോ ട്രാൻസിഷൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ബി 0 തന്നെയാണ് ഇനീഷ്യൽ കണ്ടീഷൻ. ആൻഡ് ഇവിടെ ട്രാൻസിഷൻ ഹൈ ടു ലോ അല്ലാത്തതുകൊണ്ട് തന്നെ 0 ആയി തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. ആൻഡ് ഫസ്റ്റ് ഹൈ ടു ലോ ട്രാൻസിഷൻ ഇവിടെ സംഭവിച്ചപ്പോൾ ഇത് 1 ആയി. ആൻഡ് ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നു. രണ്ടാമത്തെ ഹൈ ടു ലോ ട്രാൻസിഷൻ എത്തിയപ്പോഴാണ് വീണ്ടും അത് ഇവിടെ ടോഗിളിങ് സംഭവിച്ചിട്ട് 0ക്ക് മാറും. ആൻഡ് അത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകും. ആൻഡ് തേർഡ് വന്നപ്പോൾ ഹൈ ടു ലോ ട്രാൻസിഷൻ വന്നു ഇവിടെ. സോ ഇത് വീണ്ടും ടോഗിൾ ചെയ്തു 1 ആയി. ആൻഡ് ഇവിടെ ഫോർത്ത് വന്നപ്പോൾ വീണ്ടും അത് 0 ആയി. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ആൻഡ് സിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിയുടെ ക്ലോക്കായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? ബി ആണ്. ബിയുടെ ഔട്ട്പുട്ടാണ് നമ്മൾ സിക്ക് ക്ലോക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ ബിയിൽ എവിടേക്കാണോ ഒരു ഹൈ ടു ലോ ട്രാൻസിഷൻ സംഭവിക്കുന്നത് അപ്പോൾ മാത്രമേ സിയിൽ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ടോഗിളിംഗ് ഉണ്ടാവുള്ളൂ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ് ഇവിടെ എത്തുമ്പോഴാണ് ബിയിൽ ഒരു ഫസ്റ്റ് ഹൈ ടു ലോ ട്രാൻസിഷൻ സംഭവിക്കുന്നത്. സോ സി ഇനീഷ്യലി 0 ആയിരുന്നു. ആൻഡ് ആ 0 അത് കണ്ടിന്യൂ ചെയ്ത് പോകും. ആൻഡ് ഫസ്റ്റ് ഒരു ഹൈ ടു ലോ ട്രാൻസിഷൻ സംഭവിച്ചപ്പോൾ എന്ത് വന്നു? ടോഗിളിംഗ് സംഭവിച്ചു. ഇത് 1 ആയി. ആൻഡ് ഇത് 1 കണ്ടിന്യൂ ചെയ്യും. ആൻഡ് സെക്കൻഡ് ഹൈ ടു ലോ ട്രാൻസിഷൻ സംഭവിച്ചപ്പോൾ വീണ്ടും അത് 0 ആയി. അങ്ങനെ അത് പോകും. ഇതാണ് ഇതിൻ്റെ ടൈമിംഗ് ഡയഗ്രം എന്ന് പറയുന്നത്. അതായത് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും നമ്മൾ നേരത്തെ ഫിഗറിൽ പറഞ്ഞ പോലെ തന്നെ എയിൽ എപ്പോഴൊക്കെയാണോ എയുടെ നമ്മൾ ഇനീഷ്യലി നമ്മളൊരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലോക്കിൽ എപ്പോഴൊക്കെ ഹൈ ടു ലോ ട്രാൻസിഷൻ സംഭവിക്കുന്നു അപ്പോഴൊക്കെ എ ടോഗിൾ ചെയ്യും. ആൻഡ് എയിൽ എപ്പോഴൊക്കെ ഒരു ഹൈ ടു ലോ ട്രാൻസിഷൻ സംഭവിക്കുന്നു അപ്പോൾ ബി ടോഗിൾ ചെയ്യും. ആൻഡ് ബിയിൽ എപ്പോഴൊക്കെ ഹൈ ടു ലോ ട്രാൻസിഷൻ സംഭവിക്കുന്നു അപ്പോൾ സി ടോഗിൾ ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് എ എന്ന് പറയുന്നത് എല്ലാ ക്ലോക്കിൻ്റെ എവറി നെഗറ്റീവ് എഡ്ജിലും എ ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ബി നമ്മുടെ ക്ലോക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എയുടെ എല്ലാ നെഗറ്റീവ് എഡ്ജിലും ബി ടോഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ക്ലോക്കിൻ്റെ ഓരോ സെക്കൻഡ് നെഗറ്റീവ് എഡ്ജിലാണ് ബി ടോഗിൾ ചെയ്യുക. അത് നോക്കിയാൽ മനസ്സിലാവും. ബി ഇവിടെ എയുടെ ഓരോ നെഗറ്റീവ് എഡ്ജിനും ബി ടോഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ക്ലോക്കിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ക്ലോക്കിൻ്റെ ഫസ്റ്റിൽ ചേഞ്ച് ഒന്നുണ്ടാവില്ല. സെക്കൻഡ് നെഗറ്റീവ് എഡ്ജ് വന്നപ്പോഴാണ് ബി ഇവിടെ ടോഗിൾ ചെയ്തത്. ആൻഡ് വീണ്ടും തേർഡ് ഇല്ല, ഫോർത്ത് വന്നപ്പോഴാണ് ബി ഇവിടെ ടോഗിൾ ചെയ്തത്. സോ എവറി സെക്കൻഡ് നെഗറ്റീവ് എഡ്ജ് വരുമ്പോഴാണ് ബി ടോഗിൾ ചെയ്യുക. ആൻഡ് സി ടോഗിൾ ചെയ്യുന്നത് ബിയുടെ എവറി നെഗറ്റീവ് എഡ്ജിലും സി ടോഗിൾ ചെയ്യും. പക്ഷേ ക്ലോക്കിൻ്റെ എവറി ഫോർത്ത് നെഗറ്റീവ് എഡ്ജ് ആകുമ്പോഴാണ് സി ടോഗിൾ ചെയ്യുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടോഗിളിങ് വന്നത് ഇവിടെ 4ാമത്തെ ക്ലോക്ക് വന്നപ്പോഴാണ്.
പൾസ് വന്നപ്പോഴാണ്. ആൻഡ് പിന്നെ 8ാമത്തെ പൾസ് വന്നപ്പോഴാണ് ഇവിടെ വീണ്ടും ഒരു ടോഗിളിങ് സംഭവിച്ചത്. സോ എവറി 4th നെഗറ്റീവ് എഡ്ജ് വരുമ്പോഴാണ് സി ടോഗിൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഡിലേ, ഒരു ടൈം ഡിലേ ഉണ്ടായിരിക്കും. അതായത് അത്ര ഹൈ സ്പീഡിലൊന്നും ഒരിക്കലും നമുക്കൊരു അസിൻക്രണസ് കൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഒരു സീരിയൽ കൗണ്ടറിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി നമ്മൾ ഫ്രീക്വൻസിയുടെ കാര്യം നോക്കുക. ഫ്രീക്വൻസിയുടെ കാര്യം നോക്കാനാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഈ ക്ലോക്കിൻ്റെ ടൈം പീരീഡാണിത് ടി സി. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ടി എയുടെ ടൈം പീരീഡ്. അത് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നോക്കിക്കഴിഞ്ഞാൽ ടി എ ഇസ് ഈക്വൽ ടു ടി സി ആണെന്ന് നമുക്ക് കിട്ടി. അല്ലെ ടി എഫ് എന്ന് വെച്ചാൽ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താണ് 1/t ആണ്. സോ ഇവിടെ 1/FA ഇസ് ഈക്വൽ ടു നമുക്ക് 2/FC എന്ന് കിട്ടും. സോ FA ഇസ് ഈക്വൽ ടു FC FC/2. അതായത് എയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/2 ഓഫ് ദ ക്ലോക്ക് ഫ്രീക്വൻസിയാണ്. ഇത് ക്ലോക്ക് ഫ്രീക്വൻസിയുടെ 1/2 ആണ് നമ്മുടെ എ എന്ന് പറയുന്നതിൻ്റെ ഫ്രീക്വൻസി. ആൻഡ് ബിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എയുടെ ഫ്രീക്വൻസിയുടെ 1/2 ആണ്. ആൻഡ് ക്ലോക്കിൻ്റെ ഫ്രീക്വൻസിയുടെ 1/4 ആയിരിക്കും. ആൻഡ് അതേപോലെ തന്നെ സിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ബിയുടെ ഫ്രീക്വൻസിയുടെ 1/2 ആയിരിക്കും. പക്ഷേ ക്ലോക്കിൻ്റെ ഫ്രീക്വൻസിയുടെ 1/8 ആയിരിക്കും നമ്മുടെ സിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ കൗണ്ടർ നമുക്ക് 111 വരെ അതായത് 7 വരെ കൗണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ. അതേ ഈ നമ്പേഴ്സ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ? നമ്മൾ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് കൂടുതൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് കൗണ്ട് ചെയ്യുന്ന നമ്പേഴ്സ് മാക്സിമം ആക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ 3 ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഇവിടെ യൂസ് ചെയ്തത്. സോ നമുക്ക് 7 വരെ കൗണ്ട് ചെയ്യാൻ സാധിച്ചു. അതിന് വരെ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു 5 ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുക്കുകയാണ്. അപ്പോൾ 5 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആകുമ്പോൾ നമ്മുടെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് 2⁵5 എത്രയാ 32 ആയിരിക്കും. സോ 32 സ്റ്റേറ്റ്സ് കിട്ടും. അതായത് അപ്പോൾ എത്ര ഡെസിമൽ വരെ പോകാം 2n-1. ഇത് 31 ഡെസിമൽ വരെ നമുക്ക് കൗണ്ട് ചെയ്യാൻ സാധിക്കും. എങ്ങനെ? ഒരു 5 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ടുള്ള ഒരു കൗണ്ടർ ആണെങ്കിൽ നമുക്ക് 31 വരെ കൗണ്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഒരു അപ്പ് കൗണ്ടിങ് ആണ്. ഈ അപ്പ് കൗണ്ടിങ്ങും ഡൗൺ കൗണ്ടിങ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അപ്പ് കൗണ്ടിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈ അപ്പ് കൗണ്ടിങ്ങിന് നമുക്ക് ഡൗൺ കൗണ്ടിങ് ആക്കാൻ എളുപ്പമാണ്. കാരണം ഇതിലിപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് എ ആണ് ഇവിടെ നമ്മൾ ക്ലോക്കായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് പകരം ഇവിടെ എ ബാർ ക്ലോക്കായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഇവിടെ ബി യൂസ് ചെയ്തതിന് പകരം ബി ബാർ യൂസ് ചെയ്താൽ നമുക്ക് ഈ കൗണ്ടറിനെ ഇതിപ്പോൾ ഒരു അപ്പ് കൗണ്ടറാണ്. ഇതിന് നമുക്ക് നേരെ ഡൗൺ കൗണ്ടറായിട്ട് മാറ്റാൻ പറ്റും. അതായത് ഇപ്പോൾ അപ്പ് കൗണ്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കൗണ്ടറിൻ്റെ എക്ക് കൊടുത്ത സ്ഥലത്ത് എ ബാർ ക്ലോക്കായിട്ട് കൊടുക്കുക. ആൻഡ് ബി യൂസ് ചെയ്ത സ്ഥലത്ത് ബി ബാർ ക്ലോക്കായിട്ട് യൂസ് ചെയ്താൽ നമുക്ക് ആ അപ്പ് കൗണ്ടറിന് ഒരു ഡൗൺ കൗണ്ടറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. നമുക്കിതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. സോ ഇതാണ് ഓരോ ട്രൂത്ത് ടേബിൾ. നെഗറ്റീവ് ഇത് ക്ലോക്ക് പൾസ് CBA ആണ് നമ്മുടെ LSB ആൻഡ് C ആണ് നമ്മുടെ MSB. അതായത് ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞു 000 ആയിരുന്നു. ആൻഡ് ആദ്യത്തെ ക്ലോക്ക് പൾസ് വന്നപ്പോൾ ടൈമിംഗ് ഡയഗ്രം നോക്കി നമുക്ക് മനസ്സിലാവും എന്ത് വന്നു 001 ആയി. ഇവിടെ ചേഞ്ച് വന്നു. സോ അത് 001 വന്നു. ആൻഡ് സെക്കൻഡ് ക്ലോക്ക് പൾസ് വന്നപ്പോൾ 010 ആയി. ആൻഡ് തേർഡ് ക്ലോക്ക് പൾസ് വന്നപ്പോൾ 011 ആയി. ആൻഡ് ഫോർത്ത് വന്നപ്പോൾ 100 ആൻഡ് 101 നെക്സ്റ്റ് പിന്നെ 111 ആയി. അതാണ് ഇവിടെ ഇരിക്കും 010 ദെൻ 011 100 101 110 ആൻഡ് 111 വരെ നമ്മൾ കൗണ്ട് ചെയ്തു. 8th ക്ലോക്ക് പൾസ് വരുമ്പോൾ 000 ആയിരിക്കും. പിന്നെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അത്രയാണ് ഇപ്പം നമ്മുടെ അസിൻക്രണസ് കൗണ്ടേഴ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഒരു എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സിൻക്രണസ് കൗണ്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. സിൻക്രണസ് കൗണ്ടേഴ്സ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്? സിമിലർ ക്ലോക്ക് പൾസസ് ആയിരിക്കും എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും കൊടുക്കുക എന്നുള്ളത്. ഇവിടെ കണ്ടില്ലേ സിമിലർ ക്ലോക്ക് പൾസ് ആണ്. അത് തന്നെയാണ് എല്ലായിടത്തും കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഒരു അസിൻക്രണസ് കൗണ്ടേഴ്സിന് നമ്മൾ പറഞ്ഞ് അതിനൊരു ഡിലേ ടൈം ഉണ്ട്. ഒരു വർക്ക് ഓപ്പറേഷൻസ് ചെയ്ത് വരാനൊരു ടൈം ഡിലേ ഉണ്ടായിരിക്കും അസിൻക്രണസ് കൗണ്ടേഴ്സിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഒരു ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി, ഏറ്റവും ഹയസ്റ്റ് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിക്ക് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. അതിൽ കൂടുതൽ ഒരിക്കലും ഒരു അസിൻക്രണസ് കൗണ്ടറിന് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ പോസിറ്റീവ് നെഗറ്റീവ് പൾസസ് ഒക്കെ ഔട്ട്പുട്ടിൽ വരാനുള്ള ചാൻസ് ഉണ്ട് ഒരു അസിൻക്രണസ് കൗണ്ടർ ആണെങ്കിൽ. അങ്ങനെ
ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതൊക്കെ ഓവർകം ചെയ്യാൻ നമ്മുടെ സിങ്ക്രണസ് കൗണ്ടേഴ്സിന് കഴിയും. അതുപോലെ തന്നെ സിങ്ക്രണസ് കൗണ്ടേഴ്സ് ഫാസ്റ്റസ്റ്റ് ഓപ്പറേഷൻ ടൈമാണ്. അതായത് അസിങ്ക്രണസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സ്പീഡായിട്ട് സിങ്ക്രണസ് കൗണ്ടേഴ്സിന് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 3-bit സിങ്ക്രണസ് കൗണ്ടറിനെയാണ്. 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, ABC എന്ന് പറഞ്ഞിട്ട്. ഈ 3 ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വർക്കിംഗ് പറയാം. അതിലാദ്യം ജെയും കെയും നമ്മൾ ഹൈ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. 3ൻ്റെയും ജെയും കെയും ഹൈ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇൻപുട്ട് ലോജിക് 1 ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക, അതുകൊണ്ട് ഹൈ ആയിരിക്കും. ഇനി ഇവിടെ ക്ലോക്ക് കൊടുക്കുന്നത്, ഇപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമ്മൾ ക്ലോക്ക് ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സെക്കൻഡിൻ്റെയും തേർഡിൻ്റെയും ഇടയിൽ നോക്കിയാൽ ബിൻ്റെയും സിൻ്റെയും ഒക്കെ ഇടയിൽ നമ്മൾ ഒരു ആൻഡ് ഗേറ്റ് കണ്ടു. എക്സ് എന്ന് പറയുന്ന ഒരു ആൻഡ് ഗേറ്റും വൈ എന്ന് പറയുന്ന ഒരു ആൻഡ് ഗേറ്റും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഫസ്റ്റിൽ നമ്മൾ ക്ലോക്ക് ഡയറക്റ്റ് കൊടുക്കുകയാണ്. സോ ഓരോ നെഗറ്റീവ് എഡ്ജ് വരുമ്പോൾ, നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡാണ്, നെഗറ്റീവ് എഡ്ജാണ് കേട്ടോ, അത് വിട്ടുപോയതാണ്. മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞു, നെഗറ്റീവ് എഡ്ജ് ആണെങ്കിൽ നമ്മൾ ഈ ബബിൾ ഇടും, എന്നിട്ടൊരു ആരോയും കൊടുക്കും. പോസിറ്റീവ് എഡ്ജ് ആണെങ്കിൽ ആരോ മാത്രമേ ഉണ്ടാവുള്ളൂ, ബബിൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡാണ്. അപ്പോൾ ഓരോ നെഗറ്റീവ് ക്ലോക്ക് പൾസസ് വരുമ്പോഴും നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ത് ചെയ്യും, ടോഗിൾ ചെയ്യും. അപ്പോൾ ടോഗിൾ ചെയ്യും ഓരോ നെഗറ്റീവ് പൾസ് വരുമ്പോഴും. ഇനി ഈ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എയിൽ ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഫസ്റ്റത്തെ ഇത് കൊടുക്കുമ്പോൾ ഓരോ നെഗറ്റീവ് എഡ്ജ് വരുമ്പോഴും ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇതിൻ്റെ കാര്യത്തിൽ ബിയുടെ നോക്കുകയാണെങ്കിൽ ബിയിലേക്ക് ക്ലോക്ക് പൾസ് എപ്പോഴാണ് എത്തുക, എവറി സെക്കൻഡ് ക്ലോക്ക് പൾസ് വരുമ്പോഴേ ബിയിലേക്ക് ഇവിടെ ക്ലോക്ക് ഇങ്ങോട്ട് എത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ ആൻഡ് ഗേറ്റ് കടത്തി വിടണ്ടേ. എപ്പോഴൊക്കെയാണോ ഹൈ ആവുന്നത് അപ്പോൾ മാത്രമേ ഈ ആൻഡ് ഗേറ്റ് നമ്മുടെ ക്ലോക്കിനെ ബിയിലേക്ക് കടത്തി വിടുള്ളൂ. സോ എവറി സെക്കൻഡ് നെഗറ്റീവ് എഡ്ജ് വരുമ്പോൾ മാത്രമാണ് ബി ടോഗിൾ ചെയ്യുക. ആൻഡ് സിയുടെ കേസ് നോക്കുകയാണെങ്കിൽ സിയിലേക്ക് നമ്മൾ ബിന്ന് കണക്ഷൻ വന്നിട്ടുണ്ട്, ഈ ഔട്ട്പുട്ട് എന്നും കണക്ഷൻ വന്നിട്ടുണ്ട്, ഒരു ക്ലോക്കൊന്നും വന്നിട്ടുണ്ട് ഈ വൈ എന്ന് പറയുന്ന ആൻഡ് ഗേറ്റിന്. സോ ഇതിൽ വൈ എപ്പോഴൊക്കെയാണ് സിയിലേക്ക് ക്ലോക്ക് എത്തുക എന്ന് വെച്ചാൽ എയും ബിയും ഹൈ ആവണം. അങ്ങനെയുള്ള കേസസിൽ മാത്രമേ, അങ്ങനെയുള്ള ഇത് വരുമ്പോൾ മാത്രമാണ് നമ്മുടെ എന്ത് ചെയ്യുക, വൈ ക്ലോക്കിനെ പാസ് ചെയ്ത് സിയിലേക്ക് എത്തിക്കുക. അപ്പോൾ അതെപ്പോൾ എങ്ങനെയാവുമെന്ന് വെച്ചാൽ എവരി 4th ക്ലോക്ക് പൾസ് വരുമ്പോഴാണ് അങ്ങനെ വരിക. അത് നോക്കിയാൽ നമുക്ക് ഈ ടൈമിംഗ് ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും അത്. ഇപ്പോൾ ഇതിൽ നമ്മുടെ എയുടെ കാര്യം നമ്മൾ പറഞ്ഞു, എവരി നെഗറ്റീവ് ക്ലോക്ക് പൾസ് വരുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് എഡ്ജ് വരുമ്പോൾ ടോഗിൾ ചെയ്യുന്നു. നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ക്ലോക്ക് വന്നപ്പോൾ ഹൈ ടോഗിൾ ചെയ്തു, 1 ആയി, പിന്നെ 0 ആയി. അങ്ങനെ എല്ലാ നെഗറ്റീവ് എഡ്ജ് വരുമ്പോഴും ടോഗിൾ ചെയ്യും. ബി എവരി സെക്കൻഡ് നെഗറ്റീവ് എഡ്ജ് വരുമ്പോൾ, അതായത് എപ്പോഴൊക്കെയാണോ ഹൈ ആവുന്നത് അപ്പോൾ മാത്രമാണ് ബി ടോഗിൾ ചെയ്യുക. അതെങ്ങനെയാണ്, എവരി സെക്കൻഡ് നെഗറ്റീവ് എഡ്ജിനാണ് ഇതാവുന്നത്, അതായത് ഒരു ഹൈറ്റുള്ള ട്രാൻസിഷൻ എയിൽ സംഭവിക്കുന്നത്. സോ അപ്പോൾ എവരി സെക്കൻഡ് നെഗറ്റീവ് ക്ലോക്ക് പൾസസ് വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബി ടോഗിൾ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ സി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 4ാമത്തെ ക്ലോക്ക് പൾസ് എത്തുമ്പോഴാണ് ബിക്ക് ഒരു ചേഞ്ച് സിക്ക് ഒരു ചേഞ്ച് ആദ്യമായിട്ടുണ്ടാകുന്നത്. അതായത് ബി അപ്പോഴാണ് ഒരു ഹൈറ്റുള്ള ട്രാൻസിഷൻ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ എയിലും ഒരു ഹൈറ്റുള്ള ട്രാൻസിഷൻ അതേ സമയത്ത് സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ വരുന്നത്. ആൻഡ് പിന്നെ അടുത്ത 4ാമത്തെ ക്ലോക്ക് പൾസ് വന്നപ്പോഴാണ് സി പിന്നെ ടോഗിൾ ചെയ്തത്. സോ ഈ എക്സ് എന്ന് പറയുന്ന നമ്മൾ ആൻഡ് ഗേറ്റ് എവരി സെക്കൻഡ് ക്ലോക്ക് പൾസ് വരുമ്പോൾ പാസ് ചെയ്ത് വിടും. ആൻഡ് അത് വൈ എന്ന് പറയുന്നത് എവരി 4th ക്ലോക്ക് പൾസ് വരുമ്പോഴാണ് എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് ക്ലോക്ക് സിയിലേക്ക് പാസ് ചെയ്യുക. അപ്പോൾ എല്ലാ നെഗറ്റീവ് എഡ്ജിൻ്റെ സമയത്ത് ക്ലോക്കിലെ എവരി നെഗറ്റീവ് എഡ്ജ് വരുമ്പോഴും ടോഗിൾ ചെയ്യും. ആൻഡ് ബി എവരി സെക്കൻഡ് നെഗറ്റീവ് എഡ്ജ് വരുമ്പോൾ ടോഗിൾ ചെയ്യും. ആൻഡ് സി എവരി 4th നെഗറ്റീവ് എഡ്ജ് വരുമ്പോൾ ടോഗിൾ ചെയ്യും. അപ്പോൾ നമ്മുടെ കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു 3-bit കൗണ്ടറാണ്. സോ 2⁻3 8 വരെ, അതായത് 8 സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും. സോ 7 വരെയാണ് നമ്മുടെ ഇത് കൗണ്ട് ചെയ്യുക. 7 വരെ കൗണ്ട് ചെയ്ത് വീണ്ടും 0 തുടങ്ങും. ഇനി നമുക്ക് അതിൻ്റെ ടേബിൾ നോക്കാം. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ക്ലോക്ക് പൾസിൽ 0 ആയിരുന്നു, ദെൻ 0 1 ആയി. അങ്ങനെ കൗണ്ട് ചെയ്ത് നമ്മൾ 7 വരെ കൗണ്ട് ചെയ്യും. 1 1 1 എന്ന് വെച്ചാൽ 7 അല്ലേ, 7 വരെ കൗണ്ട് ചെയ്യും. എന്നിട്ട് 8ാമത്തെ ക്ലോക്ക് പൾസ് വരുമ്പോൾ വീണ്ടും 0 ഫസ്റ്റ് സ്റ്റേജിലേക്ക് പോകും, പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. നമ്മൾ പറയാൻ പോകുന്നത് കൗണ്ടർ മോഡുലസിനെ കുറിച്ചിട്ടാണ്. ഒരു അസിങ്ക്രണസ് കൗണ്ടർ ആയാലും സിങ്ക്രണസ് കൗണ്ടർ ആയാലും അതിന് അപ്പ് കൗണ്ടിങ്ങിനുള്ള എബിലിറ്റി ഉണ്ട്, ഡൗൺ കൗണ്ടിങ്ങിനുള്ള എബിലിറ്റി ഉണ്ട് നമ്മൾ പറഞ്ഞു. ഈ കൗണ്ടേഴ്സിനൊക്കെ ഒരു മോഡുലസ് ഉണ്ടായിരിക്കും. ഒരു മോഡ് ഓഫ് എ കൗണ്ടർ എന്ന് വെച്ചാൽ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താ, ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ് ത്രൂ വിച്ച് ദ കൗണ്ടർ പാസിംഗ് ഡ്യൂറിങ് ദ കൗണ്ടിങ് പ്രോസസ്സ്. ആ കൗണ്ടിങ് പ്രോസസ്സിൻ്റെ ഇടയിൽ ആ കൗണ്ടർ പാസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ക്രീറ്റ്
സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ മോഡുലസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു n ബിറ്റ് കൗണ്ടർ ആണെങ്കിൽ അതിന് 2n സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞു. അതായത് ഒരു n എന്ന് ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ഇപ്പോൾ ഒരു 2 ബിറ്റ്, അതായത് 2 ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ആണെങ്കിൽ 2 4 ആയിരിക്കും അതിൻ്റെ സ്റ്റേറ്റ്സ്. അതായത് 4 ആണ് അതിൻ്റെ മോഡ് 4 കൗണ്ടർ എന്ന് വിളിക്കാം നമുക്കതിനെ. അതുപോലെ തന്നെ ഒരു 3 ബിറ്റ് ആണെങ്കിൽ 2 8. അപ്പോൾ ഒരു മോഡ് 8 കൗണ്ടർ എന്ന് വിളിക്കാം. അപ്പോൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ 2 എന്താ 16 വരും. അപ്പോൾ 16 മോഡ് 16 കൗണ്ടർ നമുക്ക് വിളിക്കാം. അങ്ങനെ ഈ കൗണ്ടേഴ്സിനൊക്കെ ഒരു കോമൺ, അതായത് ഒരു നാച്ചുറൽ കൗണ്ട് ഉണ്ട്. 2 4 8 16 32 അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു നാച്ചുറൽ കൗണ്ട് ഉണ്ട് ഈ മോഡ് എല്ലാത്തിൻ്റെയും. പക്ഷേ ചില സമയത്ത് നമുക്ക് ഈ നാച്ചുറൽ കൗണ്ട് അല്ലാതെയുള്ള കൗണ്ടേഴ്സിൻ്റെ ആവശ്യം വരാറുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ 3 അല്ലെങ്കിൽ 4 5 ഒക്കെ വെച്ചിട്ടുള്ള കൗണ്ടേഴ്സ് നമുക്ക് യൂസ്ഫുൾ ആവാറുണ്ട് ചില സമയത്ത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ കൗണ്ടേഴ്സിനെയും ഉണ്ടാക്കണമല്ലോ. സോ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ സ്മോളർ മോഡുലസ് ആയിട്ടുള്ള കൗണ്ടേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ലാർജർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ മോഡുലസ് ഉള്ള കൗണ്ടേഴ്സിന് നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് ആ കൗണ്ടേഴ്സിൻ്റെ കൺസ്ട്രക്ഷനിൽ നമ്മൾ കുറച്ച് ചേഞ്ചൊക്കെ വരുത്തിയിട്ട് അതിൻ്റെ ചില സ്റ്റേറ്റ്സ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കൗണ്ടേഴ്സിനെ ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. അങ്ങനെയുള്ള കൗണ്ടേഴ്സ് നമ്മൾ മോഡിഫൈഡ് കൗണ്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ കൗണ്ടേഴ്സിന് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മോഡിഫൈഡ് കൗണ്ടറിൻ്റെ കൗണ്ട് ഉണ്ടാവുമല്ലോ, അതിൻ്റെ മോഡില്ലേ, ആ മോഡിനേക്കാളും കൂടുതലായിട്ടുള്ള നാച്ചുറൽ കൗണ്ട് ഏതാണോ അത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതാണ് ഫസ്റ്റ് തിങ്. അതായത് നമ്മുടെ ഡിസൈഡ് മോഡിഫൈഡ് കൗണ്ടിൻ്റെ ക്കാളും കൂടുതലായിട്ടുള്ള ഏറ്റവും ലോവസ്റ്റ് നാച്ചുറൽ കൗണ്ട്. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പോൾ ഒരു മോഡ് 7 ആണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ഏതാ 3 ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയാണ്. കാരണം നമുക്കറിയാം 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു മോഡ് 8 കൗണ്ടറാണ് കിട്ടുക. സോ നമുക്ക് ആ മോഡിഫൈഡ് കൗണ്ടർ എന്താ 7 ആണ്. സോ ആ രീതിയിലാണ് നമ്മൾ ഇങ്ങനെയുള്ള മോഡിഫൈഡ് കൗണ്ടേഴ്സ് ഉണ്ടാക്കുക. ഇനി നമുക്കൊരു മോഡ് 3 കൗണ്ടറിനെ നോക്കാം. ഈ മോഡ് 3 കൗണ്ടറിൽ നോക്കിയാൽ കാണാം. മോഡ് 3 വരണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് മോഡ് 4 കിട്ടും. സോ നമ്മൾ 2 ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നാച്ചുറൽ കൗണ്ട് 4 ആണ്. അപ്പോൾ നമുക്ക് അതിനെക്കാട്ടും ഒന്ന് കുറഞ്ഞ ഇതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്റ്റേറ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുക. അങ്ങനെ സ്കിപ്പ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് അതിനെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് മോഡ് 3 കൗണ്ടർ. ഇതിൻ്റെ ഡയഗ്രാം നോക്കി നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, 2 ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ജെ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് ജെ കൊടുത്തിട്ടുള്ളത് ബി ബാറാണ്. അതായത് ബി കോംപ്ലിമെൻ്റ് ആണ് ജെ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കെ എപ്പോഴും നമ്മൾ ഹൈ ആക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിമിലർ ക്ലോക്ക് പൾസ്, അതൊരു സിങ്ക്രണസ് കൗണ്ടറിനാണ്. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെയിം ക്ലോക്ക് പൾസസ് ആണ് രണ്ടുപേർക്കും കൊടുത്തിട്ടുള്ളത്. സോ ഒരു സിങ്ക്രണസ് കൗണ്ടറാണ് നമ്മുടെ മോഡ് 3 കൗണ്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടായ എനെയാണ് നമ്മൾ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ജെ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് അതിൻ്റെയും കെ എപ്പോഴും ഹൈ ആയിരിക്കും. പിന്നെ ബി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട്. ഇനി നമ്മൾ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇതിപ്പോൾ ടൈമിംഗ് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രാൻസിഷന് മുമ്പ് നമ്മൾ എയും ബിയും നമ്മൾ 0 ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. രണ്ടും 0 ആണ്. സോ ഇവിടെ ആദ്യം എന്താണ്, ഇവിടെ 0 ആണ്, ഇതും 0 ആണ് ഫസ്റ്റിൽ. ഇനി ഫസ്റ്റ് ക്ലോക്ക് പൾസ് വരികയാണ്, നമ്മുടെ ട്രാൻസിഷൻ സംഭവിക്കും. ഫസ്റ്റ് നെഗറ്റീവ് ക്ലോക്ക് പൾസസ് വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ ജെക്ക് ഇൻപുട്ട്, ഇവിടെ ഇപ്പോൾ ജെയുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഈ എ തന്നെയാണ് കൊടുത്തുള്ളത്. അപ്പോൾ ഇവിടെ 0 ആയിരിക്കുമേ. ഇവിടെ എന്ന് പറയുന്നത് ബി ബാറാണ്. ഇവിടെ 0 അല്ലേ. സോ ബി ബാർ എന്തായിരിക്കും 1 ആയിരിക്കും. ഈ 1 ആണ് നമ്മുടെ ജെക്ക് വരിക. ഇവിടെ 1 ആയിരിക്കും. കെ എപ്പോഴും 1 തന്നെയാണ്. സോ ഫസ്റ്റ് ക്ലോക്ക് പൾസ് വരുമ്പോൾ നമ്മുടെ എ ഫ്ലിപ്പ് ഫ്ലോപ്പ് ടോഗിൾ ചെയ്യും. കാരണം ജെയും കെയും ഹൈ ആണ്. സോ ഫസ്റ്റ് ക്ലോക്കിൽ നെഗറ്റീവ് ട്രാൻസിഷൻ സംഭവിക്കുമ്പോൾ എ എന്താവും 1 ആവും. ഈ 1 ഇങ്ങോട്ട് എത്തില്ല കേട്ടോ ഇപ്പോൾ, കാരണം സിമിലർ ക്ലോക്ക് പൾസ് ആണ്. സോ രണ്ടും ഒരേ സമയത്താണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന അതേ സമയത്ത് ഇതും വർക്ക് ചെയ്യും. ആ സമയത്ത് അപ്പോൾ ഇതിന് തൊട്ടുമ്പോൾ ഇവിടെ എ എന്തായിരുന്നു 0 ആയിരുന്നില്ല. ആ 0 ആണ് നമ്മുടെ ജെ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ജെ 0യും കെ 1ഉം ആയിട്ടാണ് വരിക. അങ്ങനെ വരുന്ന കേസിൽ ഇതിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, റീസെറ്റ് ചെയ്യും. ഇത് ഓൾറെഡി 0 ആയിരുന്നു, 0യിൽ തന്നെ നിൽക്കും. സോ ഫസ്റ്റ് ട്രാൻസിഷൻ സംഭവിച്ചു കഴിയുമ്പോൾ, അതായത് ഫസ്റ്റ് ക്ലോക്ക് പൾസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എ 1ഉം ബി 0യും ആയിട്ടുണ്ടായിരിക്കും. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എ 1 ആയി, ബി 0 തന്നെ കണ്ടിന്യൂ ചെയ്തു. ആൻഡ്
സെക്കൻഡ് ക്ലോക്ക് പൾസ് വരികയാണ്. സെക്കൻഡ് ക്ലോക്ക് പൾസ് വരുമ്പോഴും വീണ്ടും നമ്മുടെ ബി ബാർ ആണല്ലോ നമ്മൾ ഇൻപുട്ട്, ഇവിടെ 0 ആയിരുന്നു. സോ ബി ബാർ 1 ആയിരിക്കും. ആ 1 നമ്മുടെ ഇവിടെ ജെക്ക് കൊടുക്കുമ്പോൾ ജെ 1 ആണ്. അപ്പോൾ എ എന്ത് ചെയ്യും, ഇവിടെ ജെയും കെയും 1 ആണ്. സോ ഒരു ക്ലോക്ക് പൾസ് വന്നാൽ എ വീണ്ടും ടോഗിൾ ചെയ്യും. സോ എ വീണ്ടും 0 ആയി മാറും. ആ സമയത്ത് ഇവിടെ ജെക്ക് നമ്മുടെ ഇവിടെ എ തൊട്ട് മുമ്പത്തെ ഔട്ട്പുട്ട് എന്താ കിട്ടിയത്, 1 ആയിരുന്നു. അപ്പോൾ ഇവിടെ ജെക്ക് 0 മാറിയിട്ട് ജെ എന്ന് പറയുന്നത് 1 ആയിട്ടുണ്ടായിരിക്കും. കാരണം ആ ഒരു ഫസ്റ്റ് ട്രാൻസിഷൻ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഔട്ട്പുട്ട് നമ്മുടെ ഇവിടെ ഇൻപുട്ടായിട്ട് എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ 1 ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. അപ്പോൾ സെക്കൻഡ് ട്രാൻസിഷൻ, അതായത് സെക്കൻഡ് ക്ലോക്ക് പൾസ് വന്നു കഴിയുമ്പോൾ ജെ 1 ആണ്, കെ 1 ആണ്. സോ ഇവിടെയും ടോഗിളിങ് സംഭവിക്കും. സോ നമ്മുടെ ബി എന്താവും, 1 ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് ക്ലോക്ക് പൾസ് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നത്, ബി 1 ആയി, എ 1 ആയിരുന്നു, അത് ടോഗിൾ ചെയ്തിട്ട് 0 ആയി. ഇനി തേർഡ് ക്ലോക്ക് പൾസ് വരികയാണ്. ആ സമയത്ത് നമ്മുടെ ഈ ഇൻപുട്ട് എന്താണ്, 0 ആയിരിക്കും. കാരണം ഇവിടെ എ നമുക്ക് അവസാനം കിട്ടിയത് എന്താ, 0 ആണ്. അപ്പോൾ അതായിരിക്കും ഇവിടുത്തെ ഇൻപുട്ടായിട്ട് വരിക. ആൻഡ് ബി നമുക്ക് 1 ആണ് കിട്ടിയത്. സോ ബി ബാർ എന്താവും, 0 ആവും. സോ ആ 0 ആണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട്. സോ അത് ജെ എന്താവും, 0 ആയിരിക്കും. അപ്പോൾ അടുത്ത ക്ലോക്ക് പൾസ് വന്നു കഴിയുമ്പോൾ ജെ 0യും കെ 1ഉം ആണ്. അങ്ങനെയുള്ള കേസിൽ ഒരിക്കലും ഇതെന്ത് ചെയ്യുക, റീസെറ്റ് ചെയ്യുക. സോ ഇത് 0 ആയിരുന്നല്ലോ, ആ 0 അതുപോലെ തന്നെ നിൽക്കും, 0 തന്നെയാവും. ആൻഡ് ഇവിടെ നമ്മുടെ ഇൻപുട്ട് എന്തായിരുന്നു, 0 ആയിരുന്നു. അപ്പോൾ ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് 0 ആയിരുന്നു. സോ അടുത്ത ക്ലോക്ക് പൾസ് വരുമ്പോൾ ഇത് റീസെറ്റ് ചെയ്തിട്ട് ഇതും 0 ആവും. ഓക്കെ, സോ നമുക്ക് 0 0 എന്നുള്ള ഔട്ട്പുട്ട് കിട്ടി, നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആയില്ലേ. സോ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും, അടുത്ത ഇതിൽ പോകും. നോക്കിക്കഴിഞ്ഞാൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ മതി. എയിൽ ഫസ്റ്റ് ട്രാൻസിഷൻ സംഭവിച്ചപ്പോൾ എ ടോഗിൾ ചെയ്തു, ബിക്ക് ചേഞ്ച് ഒന്നും ഉണ്ടായില്ല. ആൻഡ് തേർഡ് വന്നപ്പോൾ എ വീണ്ടും ടോഗിൾ ചെയ്തു, ബിയും ടോഗിൾ ചെയ്തു, 1 ആയി. സി വന്നപ്പോൾ എ റീസെറ്റ് ചെയ്ത് 0 എക്ക് 0 തന്നെ കണ്ടിന്യൂ ചെയ്തു പോയി, ബിയും 0യിലേക്ക് എത്തി. ഇത് നോക്കി കഴിഞ്ഞാൽ 0 0 0 1 1 0 വന്നു. ആൻഡ് അടുത്ത ക്ലോക്ക് പൾസ് വന്നപ്പോൾ 0 0 ആയി. സോ ഇനീഷ്യൽ സ്റ്റേറ്റ് ആയില്ലേ, വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകും. ഇതാണ് ഒരു 3 ബിറ്റ് അല്ലെങ്കിൽ ഒരു മോഡ് 3 കൗണ്ടർ. ഇത് സിങ്ക്രണസ് കൗണ്ടറാണ്. ഇതതിൻ്റെ ലോജിക് ബ്ലോക്കാണ്. അതായത് ഒരു മോഡ് 3 കൗണ്ടർ, ഒരു ക്ലോക്ക് ഉണ്ടാവും, 2 എന്തുണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. പിന്നെ ഇതിനെ നമ്മളൊരു 2 ക്ലോക്ക് ഇൻപുട്ട്, ഒരു ക്ലോക്കും ഉണ്ട്, 2 എ ബി എന്ന് പറഞ്ഞ ഔട്ട്പുട്ടും ഉണ്ട്. ഇതിനെ നമ്മളൊരു 3/3 ബ്ലോക്ക് എന്നാണ് വിളിക്കുന്നത്. അത് ഇതിൻ്റെ ഫ്രീക്വൻസി /3 ആണ് കിട്ടുക നമുക്ക് അവസാനം. അതുകൊണ്ട് അതിനെ /3 ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, അങ്ങനെയാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് മോഡ് 6 കൗണ്ടറിനെ കുറിച്ചിട്ടാണ്. മോഡ് 6 കൗണ്ടറിൽ നമുക്കറിയാം ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുത്താൽ അതിനൊരു മോഡ് 2 കൗണ്ടറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റൂലേ, 2⁻1 2. അപ്പോൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രമുള്ള കൗണ്ടർ മോഡ് 2 കൗണ്ടറാണ്. അതുപോലെ തന്നെ മോഡ് 4 കൗണ്ടർ എടുത്താൽ അവിടെ 2 ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിന് നമുക്ക് ശരിക്കും ഒരു 2 മോഡ് 2 കൗണ്ടേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത രീതിയിലാക്കാം. അതായത് 2 × 2 എന്ന് പറഞ്ഞ രീതിയിലാണ് ഒരു മോഡ് 4 കൗണ്ടറിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ മോഡ് 8 കൗണ്ടർ ആണെങ്കിൽ 3 മോഡ് 2 കൗണ്ടേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് 2 × 2 × 2 എന്ന് പറഞ്ഞ രീതിയിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ ഹൈ വാല്യൂ ഉള്ള മോഡ് കൗണ്ടർ ആണെങ്കിലും, അതായത് ഇപ്പോൾ വലിയ വാല്യൂസ് ഒക്കെ ഉള്ള ഒരു മോഡ് കൗണ്ടറിനെ നമുക്ക് ചെറിയ മോഡ് കൗണ്ടേഴ്സിന്, അതായത് ചെറിയ വാല്യൂ ഉള്ള മോഡ് കൗണ്ടേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ്, അതായത് അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഇവിടെ നമ്മളൊരു മോഡ് 6 അല്ല വേണ്ടത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു മോഡ് 3 കൗണ്ടറിനെയാണ്. അതിൻ്റെ കൂടെ ഒരു മോഡ് 2 കൗണ്ടർ, അതായത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ മോഡ് 3ൻ്റെ അതിൻ്റെ ബി ഔട്ട്പുട്ട് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായിട്ട് കൊടുത്തിട്ട് ഒരു മോഡ് 6 കൗണ്ടറാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ മോഡ് 3ൻ്റെ തന്നെയാണ്, എയും ബിയും തന്നെയാണ്. നമ്മൾ സി കൂടി വരും. അതിൽ എന്താ വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബി ആണ് സിയുടെ ക്ലോക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ബിയിൽ എപ്പോഴൊക്കെ നെഗറ്റീവ് ട്രാൻസിഷൻ, ഒരു ഹൈറ്റിലോ ട്രാൻസിഷൻ സംഭവിക്കുന്നു അപ്പോഴൊക്കെ നമ്മുടെ സി ടോഗിൾ ചെയ്യും. അതായത് ഇപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ എവരി ക്ലോക്ക് പേഴ്സിന് അത് ടോഗിൾ ചെയ്യുന്നുണ്ട്. എവരി ക്ലോക്ക് പേഴ്സൺ അല്ല, നമ്മൾ മോഡ് 3 പറഞ്ഞ പോലെ തന്നെ മോഡ് 3യുടെ അതേ രീതിയിലാണ് ഇത് ടോഗിൾ ചെയ്ത് പോകുന്നത്. അതേ ഇതാണ് 0 വന്ന് പിന്നെ 0 0 0 1 1 0 കഴിഞ്ഞ് പിന്നെ വീണ്ടും 0 0 വന്നു 0 1 1 0 0 0 അങ്ങനെ ആ രീതി തന്നെയാണ്. ഇവിടെ നമ്മൾ സി മാത്രമാണ് എക്സ്ട്രാ നമ്മളൊരു ഫ്ലിപ്പ് ഫ്ലോപ്പും കൂടി ആഡ് ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെത് മാത്രമേ ഇവിടെ അത് ക്ലോക്ക് നേരെ ബി ആണ് നമ്മൾ അതിൻ്റെ ക്ലോക്കായിട്ട് കൊടുത്തല്ലോ. സോ
ബിയിൽ എപ്പോഴൊക്കെ നെഗറ്റീവ് ട്രാൻസിഷൻ സംഭവിക്കുന്നത്, ഹൈ ടു ലോ ട്രാൻസിഷൻ സംഭവിക്കുന്നു, അപ്പോഴൊക്കെ നമ്മുടെ സി ടോഗിൾ ചെയ്യും. അതാണ് ഇതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം പറയാനുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ ഇപ്പോൾ നേരത്തെ കണ്ട പിക്ചറിൽ കണ്ടത് ഒരു മോഡ് 3 കൗണ്ടറിന് ശേഷം നമ്മളൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് കണക്ട് ചെയ്തതാണ്, ഒരു മോഡ് 2നെ കണക്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ തിരിച്ചും നമുക്ക് എഴുതാൻ പറ്റും. ഒരു മോഡ് 2 കൗണ്ടർ ചെയ്തിട്ട് അതിൻ്റെ സീരീസ് ആയിട്ട് മോഡ് 3 കൗണ്ടറിനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. ഈ നമ്മുടെ മോഡ് 6 കൗണ്ടറിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം ആണ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 000 പിന്നെ 001 പിന്നെ 010 011 പിന്നെ 100 101 പിന്നെ വീണ്ടും 000 എന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്തു പോകും. അതാണ് ഇതിൻ്റെ ടൈമിംഗ് കാര്യം. ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബി എന്ന് പറയുന്നത് ഒരു സിമെട്രിക്കൽ ആയിട്ടായിരിക്കില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/6 ഓഫ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി ആയിരിക്കും. അതിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഈ രണ്ട് നേരത്തെ നമ്മൾ ഫസ്റ്റ് മോഡ് 3 വെച്ചിട്ട് പിന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പ് കണക്ട് ചെയ്താലും, ഫ്ലിപ്പ് ഫ്ലോപ്പ് ആദ്യം വെച്ചിട്ട് പിന്നെ മോഡ് 3 കണക്ട് ചെയ്താലും രണ്ടിൻ്റെയും ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/6 ഓഫ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി ആയിരിക്കും, ഇൻപുട്ട് ക്ലോക്കിൻ്റെ ഫ്രീക്വൻസി ആയിരിക്കും. പക്ഷേ ഇവിടെ ബി എന്ന് പറയുന്നത് സിമെട്രിക്കൽ ആയിരിക്കില്ല. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ബിക്ക് ഒരു സിമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നതുണ്ട്, പക്ഷേ ഇവിടെ അത് ഉണ്ടായിരിക്കില്ല.